പരിപാടി കാര്യമൊക്കെ തന്നെ ഉണ്ട്. നമുക്കിന്ന് ചെറിയ റിസപ്ഷന് കാര്യങ്ങളൊക്കെ തന്നെ പോകണം. നമുക്ക് നേരെ നമ്മുടെ ഫോർച്യൂണറിൽ കയറാമെന്ന് വെച്ചാൽ ഫോർച്യൂണർ സർവീസിന് കൊടുത്തില്ല ഇന്നലെ നമ്മുടെ ഫോർച്യൂണറിൻ്റെ ലാസ്റ്റ് സർവീസ് ആയതുകൊണ്ട് നമ്മൾ ഇന്നലെ സർവീസിനൊന്നും കൊടുത്തില്ല. ഞാൻ സർവീസ് സെൻ്ററിൽ വണ്ടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കയറ്റാം. അപ്പോൾ ഞാൻ ഫോർച്യൂണറിന് വണ്ടി ഞാൻ സർവീസ് കൊടുക്കണം. നമ്മുടെ സ്കോർപിയോ എടുത്തിട്ടുണ്ട്. സ്കോർപിയോ നമ്മുടെ എടുത്തിട്ടുണ്ട്. സ്കോർപിയോ നമുക്ക് നേരെ ഡ്രൈൻ വാഷ് ചെയ്യാൻ കൊണ്ടുപോകാം. സ്കോർപിയോ ഗാരേജിട്ടൊക്കെ ഉണ്ടാകും. അത്ര പെട്രോളൊന്നും കാര്യങ്ങളൊക്കെ തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ഡ്രൈൻ വാഷ് ചെയ്യാൻ പോവാം. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമ്മളെ വണ്ടിക്ക് ചെറുപ്പം ബുഗാട്ടിക്കാരൻ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ചില്ലും കാര്യങ്ങളൊക്കെ തന്നെ നൈസിന് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അവനോടുള്ള കാര്യങ്ങൾ പരിഹാരം തന്നെ നോക്കിയത് കണ്ടു. നമ്മുടെ ഡോറൊക്കെ നാടാണ്. ഇവനെ നമ്മൾ നൈസിന് ഓവർടേക്ക് കയറി വന്നിട്ട് ഒരു സൈഡിലൊരു ഒറ്റയടി എൻ്റെ വണ്ടി പോയി കൈവാശിന് കൊടുക്കാൻ അപ്പം എന്തായാലും വണ്ടി കൈവാശിന് കൊടുക്കാം. രീതിയിൽ തന്നെ പോവാം. റിപ്പയർ ഷോപ്പില്ല, അവിടെ തന്നെ പോവാം. എന്ത് ചെയ്യുന്നു അങ്ങനത്തെ ആൾക്കാരുണ്ട് കഴിച്ച് കുറേ സിറ്റിയിൽ. ഇങ്ങനെ നമ്മുടെ പരിഹാരം തരാണ്ട് പോകണമാരൊക്കെ എന്ത് ചെയ്യണം. ചെറിയ റിപ്പയർ സെൻ്ററാണ്, അത്ര വലിയ റിപ്പയറൊന്നും ചെയ്ത. പറഞ്ഞു എനിക്ക് തന്നിട്ട് കിടപ്പുണ്ട്. നമ്മൾ കളറൊന്നും മാറ്റിക്കോളാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോകണം. നമ്മൾ ഇങ്ങനത്തേക്ക് കുറേ അമ്മമാരുണ്ട്. അമ്മമാരൊക്കെ കാര്യം പറയാൻ വേണ്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോകണം. അപ്പോൾ കുറേ അതിനെ ക്ഷമിക്കണം അമ്മമാരെ ഉണ്ടാക്കാം. നമ്മൾ തലയും കൊണ്ട് കയറി പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇതൊക്കെയാണ് പ്രശ്നം. വണ്ടി റോട്ടിൽ ഇറക്കാൻ പറ്റൂല ഇവന്മാരെയൊന്നും. ഇയാൾക്ക് വരുമ്പോ അവൻ്റെയൊക്കെ വണ്ടി പണി ഞാൻ പിന്നത്തോളാം. വേറെ പറപ്പിച്ചു കേട്ടോ. പോലീസ് സ്റ്റേഷൻ ഒരു റിപ്പോർട്ടാണ് ഫയൽ ചെയ്തെടുക്കാം. ഞാനൊക്കെ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു നാളെ നിങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്ത് തരാം. നമുക്ക് എന്തായാലും റിപ്പോർട്ട് കിട്ടും കഴിയും. അപ്പോൾ അവന്മാർ തൂക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫയൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം. പോയി ജസ്റ്റ് നമ്മൾ സ്കോർപിയോൻ്റെ വിശേഷം എന്താണെന്ന് നോക്കി വേഗം തന്നെ വരാം. പണിയൊക്കെ കഴിയണല്ലോ. 10 1 മണിയായിട്ടുണ്ട്. നേരത്തിനൊക്കെ കൊടുത്ത് തന്നെ 10 മണി 9 മണിയാണ്. 1 മണിയായിട്ടുണ്ട്. നല്ലോണം ചില പണി കഴിയാറുണ്ട്. പുതിയ വണ്ടിയാണ് കൊല്ലു ഈ വണ്ടി ഓടിച്ചു. നമ്മുടെ ഫോർച്യൂണർ റിപ്പയറാണ്. പറപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീടാം. സ്കോർപിയോ കാര്യങ്ങളൊക്കെ തന്നെ പവറായിട്ട് ഉഷാറായിട്ട് കണ്ട്. ഇനിയും കൂടുതൽ ഉഷാറാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്കോർപിയോനെ നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ ഇവന്മാർ മുമ്പിലാണ് പ്രശ്നം. അടുത്ത് വണ്ടി ഓ നിങ്ങൾ കണ്ടാ
എനിക്ക് വൈകുന്നേരം റിസപ്ഷന് പോകാനുള്ള കല്യാണത്തിന്. ഇങ്ങനെയൊന്നും തേക്കരുതേ. ജസ്റ്റ് നമ്മളത് അയ്യോ എന്ത് കഷ്ടൂടി. നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. വണ്ടി പേടിപ്പിച്ചല്ല പെട്ടു. നമുക്ക് കറക്റ്റ് ആയിട്ടേ വണ്ടി പിന്നെ അതിന് 2.5 മണിക്കൂർ. അപ്പോൾ സോയി കാണാക്കി പിടിച്ച് കയറ്റി പോകും. ഇവിടുത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അത് കയറ്റി വണ്ടി നൈസിന് ഇപ്പത്തെ അവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉറക്കം കാര്യങ്ങൾ തന്നെ വന്നിട്ടാ. ഒന്ന് വൈകുന്നേരം ആവട്ടെ. കിടന്ന് അവിടെ പോയി TV കാണാം. വൈകുന്നേരം എത്ര മണിയായി? സമയം കുറേ. ഞാൻ 4:30 നിൽക്കണ 4:45 ഗൈസ്. 5 മണിക്ക് അവിടെ എത്തണം. അത് മൈനാണ് ഗൈസ്. മെരക്ക നനഞ്ഞാൽ കുഴപ്പമില്ല. റിസപ്ഷൻ പോകണില്ലേ? നമ്മുടെ വണ്ടി അപ്പുറത്താണ്. പഞ്ചറാവുന്നു വെള്ളി ഈ സമയത്ത്. വണ്ടി കത്തിച്ചു വിടാം. സ്പീഡിൽ വിടാൻ കൂടി. റിസപ്ഷൻ കഴിഞ്ഞ് വേഗം വീട്ടിൽ വന്ന് കിടന്നുറങ്ങണം. അത്രേ ഉള്ളൂ. വീട്ടിൽ വരെ കിടന്നുറങ്ങാം. നമ്മുടെ ഫയലിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്ത ഫയലിന്ന് കിട്ടും. നമുക്ക് നേരെ പറപ്പിക്കാം. റിസപ്ഷൻ ഹാളിലെത്തിയില്ല. തൊട്ടടുത്താണ്. പക്ഷെ എന്നാല് എത്ര ടൈമിന് എത്തിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. ഇത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഇടാം. ഇവരെ ഇറക്കാട്ടോ. നമ്മുടെ കുടുംബക്കാരെ ഇറക്കാം. അവിടെ നമുക്ക് വീട്ടിൽ പോകാം. എനിക്ക് അവരൊന്ന് ഇറക്കാം. അവര് കാര്യങ്ങൾ തന്നെ ഒന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഒന്ന് വിശ്രമിക്കട്ടെ. അമ്മ പറഞ്ഞേ ഞാൻ വിളിക്കുന്ന ടൈമിങ്ങിന് എത്തിക്കോളാം. അതെല്ലാവരും അങ്ങനെയല്ലേ പറയാ. നോക്കട്ടെ പറ്റണെങ്കിൽ അങ്ങനെ അറിയാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കോർപിയോ വണ്ടി നമ്മുടെ വീട്ടിലെത്തി. ഫുൾ ടേൺ പോയിട്ട് തിരിച്ചങ്ങോട്ട് നിർത്താം. ഏതാ വൈബ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളൂ. അത്രയും കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് എനിക്ക് പറ്റാത്ര ചെറിയ കണ്ടന്റൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാക്കി. ഞാൻ കുറേ നാൾക്ക് ശേഷം ഇൻറ്റിമേറ്റ് ചെയ്ത് അതുപോലെ നമ്മുടെ സ്വിഫ്റ്റിന് കൂടെ ആഡ് ചെയ്തിട്ടില്ല. എനിക്കത് ആഡ് ചെയ്യണം. സോ അത്ര കാര്യങ്ങൾ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വേറെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട ഷോർട്സൊക്കെ ഇനി ഇടാമുണ്ട്. നിങ്ങൾ കാണാൻ പോണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ടേക്ക് കെയർ, ബൈ ബൈ. ലൈക്ക് ചെയ്യണേ.